നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരു കഴിവില്ലെങ്കിൽ പോലും നമ്മൾ ആരെങ്കിലുമൊക്കെ ആയി തീരുമെന്ന് വിശ്വസിക്കാനല്ലേ നമുക്കൊക്കെ ഇഷ്ടം. ഞാനും അങ്ങനെയാണ്. എടുത്തു പറയാൻ മാത്രം ഒരു കഴിവുമില്ല. ബട്ട് സ്വപ്നം കാണുന്നതോ എന്തെങ്കിലുമൊക്കെ ആയിത്തീരുമെന്ന്. പക്ഷേ നമ്മൾ സ്നേഹിക്കുന്നവർ തന്നെ നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഇന്നൊരു ഡേ ഓഫ് ആയതുകൊണ്ട് അമ്മ വിളിച്ചപ്പോഴാണ് എണീക്കുന്നത് തന്നെ. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ടോപ്പിക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലായി. അപ്പോഴാണ് എൻ്റെ അനിയൻ എന്ന് പറയുന്ന മഹാൻ വന്ന് എന്നെ കുറേ ക്ലാസ് എടുക്കുന്നത്. അവൻ പറയുക, കളർഫുൾ ആയിട്ടുള്ള ഒരു നാട്ടിൽ ചെന്നിട്ട് നീ റൂമിനകത്തിരുന്ന് വീഡിയോ എടുത്താൽ ആര് കാണാനാണ്? ആൾക്കാർക്ക് കാണണമെങ്കിൽ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും വേണം പോലും. ശരിയാണ് അവൻ പറഞ്ഞത്. ഒരു സഡൻ ഇമ്പൾസിൻ്റെ പുറത്ത് യൂട്യൂബിലൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് 3-4 വീഡിയോസ് ഇട്ട് അതിന് വ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ പണി. ഒരു വീഡിയോ എഡിറ്റിംഗ് സ്കില്ലോ ക്രിയേറ്റിവിറ്റിയോ ഇല്ലാത്ത ഞാൻ എന്ത് ചെയ്യാനാ? അവൻ പറഞ്ഞു, നീ ഈ ഇൻഷോട്ടിലും ക്യാപ് കട്ടിലും വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാ ആര് കാണാനാ, ആര് സബ്സ്ക്രൈബ് ചെയ്യാനാ എന്നൊക്കെ. വീഡിയോസിൽ ആൾക്കാർക്ക് കാണാൻ എന്തെങ്കിലും വേണം പോലും. എന്ത് ചെയ്യാനാ? ഞാനിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലീൻ്റെ അടുത്തോ ഒന്നും പറഞ്ഞിട്ടില്ല. സോ ഞാൻ വിചാരിച്ചു അമ്മയോട് പറയാം, അമ്മയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അയച്ചു കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കാൻ പറയാൻ. അത് പറഞ്ഞപ്പം പോരാളിയും ഒറ്റ വാക്കിൽ എന്നെ തളർത്തി. അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നിയാലല്ലേ ചെയ്യൂ എന്ന്. ഇത് കേൾക്കേണ്ട താമസം അടുത്തിരുന്ന മഹാൻ പറഞ്ഞു, ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം ഒറ്റ ഡയലോഗിൽ ഇപ്പം നിനക്ക് മനസ്സിലായില്ലേന്ന്. എന്ത് ചെയ്യാനാ, തളർന്നു പോയില്ലേ ഞാൻ. രാവിലെ തന്നെ ഈ ഡീമോട്ടിവേഷൻ കേട്ട് കട്ടിലിൽ നിന്ന് എണീക്കേണ്ടി വന്ന എൻ്റെ ഒരു അവസ്ഥ. ബട്ട് ഞാനിതുകൊണ്ട് തളരാൻ പോണില്ല. ബിക്കോസ് ഒന്ന് നിർത്തിയതാ. നേരത്തെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കണ്ടൻറ് ദാരിദ്ര്യം വന്നപ്പം അത് നിർത്തി. പിന്നെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇൻകം ഉണ്ടാക്കാമെന്നുള്ളൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. വ്യൂസ് 10 ആണെങ്കിൽ പോലും ദാറ്റ് ഗീവ്സ് മീ എ സ്മൈൽ. 10 പേര് കണ്ടല്ലോ, ഞാനിപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നത്. ലൈഫ് ഒരു ബോറിംഗ് സ്റ്റേജിലൂടെ പോകുമ്പം എന്തെങ്കിലും ഒന്ന് വേണ്ടേ നമുക്ക് ചെയ്യാൻ? അപ്പോൾ ഈ വോയിസ് ഓവർ ഇട്ട വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുമോയെന്ന് പോലും എനിക്കറിയില്ല. പോസ്റ്റ് ചെയ്താൽ ഐ ആം ട്രൈങ് ടു ഓവർകം മൈ ഇൻസെക്യൂരിറ്റീസ്. ബിക്കോസ് എൻ്റെ ഈ സൗണ്ട് തന്നെയാണ് എൻ്റെ ഒരു മേജർ ഇൻസെക്യൂരിറ്റി. ഒരു വോയിസ് മെസ്സേജ് അയച്ചാൽ അത് രണ്ടാമതൊന്ന് കേട്ടു നോക്കാൻ കൂടെ വയ്യാത്ത ഞാനിത് ചെയ്തിട്ടുണ്ടേ. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട്.